Good afternoon. Good afternoon. Good Good afternoon. afternoon, ma'am. Good afternoon. Afternoon, ma'am. Good, good afternoon, ma'am. Good afternoon. Okay, we can start. Okay, ma'am. Myself, Fatima Shumir. I am Rasina Singer, the coordinator for this week. Good afternoon, everyone. Welcome to our training class leading by our dearest facilitator, Jisha ma'am. I'm thrilled to have such passionate and dedicated individuals here as we embark on this journey of learning and growth. As Maria Montessori wisely said, the training of the teacher is far more than learning the ideas. It includes the training of character. It is a preparation of spirit. Let's embrace this opportunity to deepen our understanding and make a meaningful impact in the lives of children. Together we will inspire and empower the future. Let me invite Rafina Siyar for coordinating prayer, thought of the day and signing. Good afternoon, all. Let us start prayer. I inviting Soumya for prayer. Uh, Good afternoon. Prayer. We giving you thanks to Almighty God for all the benefits of you have conferred. Oh my God, I love you with my whole heart and pray to you to bless me with wisdom and knowledge. Help me to be of service to others. Thank you. Thank you, Soumya. I inviting Sri Rashmi to share thought of the day. Good afternoon, all. My name is Srirashmi. Yes. Thought of the day. There are no secret to success. It is the result of preparation, hard work, and learning from failure. വിജയത്തിന് രഹസ്യങ്ങളൊന്നുമില്ല. ഇത് തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയത്തിൽ നിന്നുള്ള പാഠത്തിന്റെയും ഫലമാണ്. താങ്ക് യു ആൻഡ് ഓൾ ഓഫ് യു ഹാപ്പി പൊങ്കൽ. Happy Pongal all. Thank you, Sri Rashmi. And I inviting Fatima to sign in. Thank you, Rafina. Good afternoon, ma'am, and good afternoon, everyone. I'm going to signing with a simple song. So let's start. Roly poly, up, up, up. Roly poly, down, down, down. Roly poly, out, out, out. Roly poly, in, in. Roly poly, fast, fast, fast. Roly poly, slow, 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 slow. Thank you. Thank you, Fatima. Super ആയിട്ടുണ്ടായിരുന്നു. Thank Let you. us okay, ma'am. Class തുടങ്ങാം നമുക്ക്. ഓക്കെ സോ ഇന്ന് പൊങ്കല് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? കുറെ പേരൊന്നും കാണുന്നില്ല, മേ ബി അതായിരിക്കും അല്ലെ. സോ ഇറ്റ് വാസ് സൈക്കോളജി, റൈറ്റ്? ഏതായിരുന്നു? സൈക്കോളജി അല്ലേ? നല്ല മിസ് മരിയ മോണ്ടിസോറി ആയിരുന്നു. ഓക്കെ.
എന്താ മിസ്സിനും ഒരു എനർജി ഇല്ലാത്ത പോലെ? അതെ, പീരിയഡ്സ് ടൈമിൽ ഞാൻ ഇങ്ങനെയാണ്. പിന്നെ കുറെ നേരം കൊണ്ട് ക്ലീനിങ് ആയിരുന്നു വീട് കേട്ടോ. അപ്പം ഈ ക്ലീൻ ചെയ്ത് ഞാൻ നല്ലപോലെ ഒന്ന് ക്ഷീണിച്ചു പോയി. നല്ലപോലെ ക്ലീനിങ് ഉണ്ടായിരുന്നു. ഫേസ് കണ്ടാ അറിയുന്നുണ്ടോ റെസ്പോൺസ്? കഴിഞ്ഞ 2 ദിവസം യാത്രയിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് വീടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ മോർണിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ക്ലീനിങ്ങിലേക്ക് പോയി. നല്ല ചൂടും അല്ലേ, ഇപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഭയങ്കര ചൂടും ഒക്കെ കൂടെ എടുത്ത്. ഓക്കെ, നിങ്ങൾക്ക് സൈക്കോളജി ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. ഏതോ ഒരു ബാച്ചിന് സൈക്കോളജിയാ. സോ ഐ തോട്ട് സൈക്കോളജി. അപ്പോ ഞാൻ ചോദിച്ചോട്ടെ, പാർട്ട് 1 കംപ്ലീറ്റ് ആയി അല്ലേ? അതിലൊന്നും ബാലൻസ് ഇല്ല, പെൻഡിങ് ചാപ്റ്റേഴ്സ് ഒന്നുമില്ല, ബാലൻസ് ചാപ്റ്റേഴ്സ് ഇല്ല. ഓക്കെ, ഫൈൻ. ദെൻ വാട്ട് അബൌട്ട് പാർട്ട് 2? പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, അതെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സൈക്കോളജി, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് അതെടുത്തു. ഓക്കെ, ഇനി അതിൽ ഏത് യൂണിറ്റ്സ് എടുക്കാനുള്ളത്? 4th യൂണിറ്റ്, 7th, 8th, 9, 10. ഓക്കെ, സൈക്കോളജി പാർട്ട് ഞാൻ എടുത്തിരുന്നോ നിങ്ങൾക്ക്? ജസ്റ്റ് പറഞ്ഞു, ആതിര മിസ്സാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ആതിര മിസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, എഡ്യൂക്കേഷണൽ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്തോ? നോ മിസ്. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു മിസ് ജോയിൻ ആവും. അപ്പൊ 8th യൂണിറ്റിലെ നീഡ്സ്, ഡിഫൻസ് മെക്കാനിസം അതൊക്കെ മിസ്സായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ കുറച്ചു പേർക്ക് അറിയായിരിക്കും അശ്വതി മിസ് PG എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മന്ത് പാർട്ട് 3 നമ്മള് മറിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, നമ്മള് എവിടം വരെ ആയിന്ന് അറിയും? മെന്റൽ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ലവ് ഓഫ് റെപ്പിറ്റേഷൻ എടുക്കുന്നു. മറിയ മോണ്ടിസോറിയുടെ ഓരോ ഒബ്സർവേഷൻ ആണ്. ബട്ട് ആക്ച്വലി ഒരു ബർത്ത് തുടങ്ങി 6 years വരെയുള്ള കുട്ടികൾക്ക് അവർ ട്രെമൻഡസ് ആ ഒരു ഏജ് സ്പാനിൽ വരുന്ന കുട്ടികളുടെ ആ ഒരു ഏരിയയില്, ആ ഒരു ഏജില് ട്രെമൻഡസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് അവർ കൊടുത്തത്. വളരെയധികം കോൺട്രിബ്യൂഷൻസ് മറിയ മോണ്ടിസോറി കൊടുത്തു. എങ്ങനെ കുട്ടികളെ നോക്കണം, എങ്ങനെ കെയർ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഏരിയയും, മൂക്ക് ആൻഡ് കോർണർ, ഓരോ മുക്കും മൂലയും എന്ന് പറയുന്ന പോലെ എല്ലാ ഏരിയയിലും മറിയ മോണ്ടിസോറിക്ക് നല്ല രീതിയിൽ തന്നെ ഒബ്സർവേഷൻസ് ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ബട്ട് ആഫ്റ്റർ 6 years ആ ഒരു ഏജ് കഴിഞ്ഞിട്ട് അതില് മറിയ മോണ്ടിസോറി ഇൻകേപ്പബിൾ ആയിരുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ, പക്ഷെ എന്നാലും അവരുടേതായ ചില ഒബ്സർവേഷൻസ് എല്ലാം അവർ 24 years വരെ, കുട്ടികൾ ഒരു 24 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അവരുടെ പല കാര്യങ്ങളും അവരുടെ ഒരു ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്തു. ബട്ട് അപ് ടു 6 years അവർ ചെയ്ത പോലെ ബാക്കിയുള്ള ഏജിൽ അവർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാര്യമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ബട്ട് ഈ 6 years അത് ബേസ് ആണ്, ഒരു അഡൾട്ട് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ബേസ് ആണ്. അത് അവര് നന്നായി തന്നെ ചെയ്തു. അത് നല്ലപോലെ നമുക്ക് ഹെൽപ്ഫുള്ളും ആയിരുന്നു. ഓക്കെ, സോ ഇത് ഒബ്സർവേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ? എനിക്ക് വളരെ കുറവെടുത്ത പോലെയൊക്കെ ഫീൽ ചെയ്യണം, എടുക്കാത്ത പോലെയൊക്കെ തോന്നുന്നു, അറിയാം. ഓക്കെ, മെന്റൽ കോൺസെൻട്രേഷനിൽ നോബ് സിലിണ്ടേഴ്സ് ഒക്കെ കാണിച്ചു തന്നായിരുന്നു. യെസ്, മെന്റൽ കോൺസെൻട്രേഷൻ. ആ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു, അതിൽ തന്നെ സ്റ്റിക്ക് ആയിട്ടിരിക്കുന്നു, ചുറ്റും നടക്കണമെന്നും അറിയണില്ല, അതിനെ എടുത്ത് പൊക്കിക്കൊണ്ട് പോയിട്ടും അറിയില്ല. നമ്മളും ചിലപ്പോൾ വീട്ടിൽ പറയാറില്ലേ, കുട്ടികളെ ചിലർ ഇരുന്ന് കളിക്കുമ്പോൾ അവിടെ നിന്ന് എടുത്തോണ്ട് പോയാൽ പോലും അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറില്ലേ? സോ ലൈക്ക് ദാറ്റ്, ആ രീതിയിൽ കുട്ടിയുടെ കോൺസെൻട്രേഷൻ, പക്ഷെ അവർക്ക് ചിന്തിക്കാൻ വേറൊന്നുമില്ല, അവരുടെ മനസ്സിലേക്ക് അങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ റിപ്പീറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ ഡെവലപ്മെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഇവര് എൻജോയ് ചെയ്യുവാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ, അത് വീണ്ടും വീണ്ടും ചെയ്യാൻ എൻജോയ് ചെയ്യുക. ജസ്റ്റ് കമ്പയർ വിത്ത് ആൻ അഡൾട്ട്. ഒരു അഡൾട്ട് ആണെങ്കിൽ അതുപോലെ എൻജോയ് ചെയ്യൂ. ഇപ്പൊ ഒരു ജഗ്ഗിലേക്ക് വെള്ളം ഫില്ല് ചെയ്യണം,
കുടിക്കാനുള്ള വെള്ളം ഫില്ല് ചെയ്ത് വെക്കുന്ന ജഗ്ഗിലേക്ക് കുട്ടികളെ കൊണ്ട് ആ ഒരു കാര്യം ചെയ്യിക്കുവാണ്, ആ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുക. കുട്ടികൾ ഭയങ്കരമായിട്ട് ആ പ്രോസസ് എൻജോയ് ചെയ്യും. പക്ഷെ അഡൽറ്റിന്റെ ലക്ഷ്യം എന്താ? ജഗ് ഫില്ല് ചെയ്യുക, അതിനപ്പുറത്തേക്കൊന്നുമില്ല, നമ്മളുടെ ഒരു ആവശ്യമാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് ആ പ്രോസസ്, അത് പാത്രം എടുക്കുന്നു, ജഗ്ഗിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഫണൽ വെച്ചിട്ടാണെങ്കിൽ ഫണൽ വെച്ച് നല്ലപോലെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ അത് നാപ്കിൻസ് വെച്ചിട്ട് മോപ്പ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും കുട്ടി വളരെയധികം എൻജോയ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഈ ഇതൊക്കെ തന്നെ നമുക്ക് ഇനി ഓരോരോ സെഷൻസിൽ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നും റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അപ്പൊ ഫസ്റ്റ് ഡേ ചെയ്തു, ഫസ്റ്റ് ടൈം ചെയ്തു, സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യും, വെള്ളം തെറിച്ച് പോവാതെ നോക്കും. അപ്പൊ ഒരു അപ്രീസിയേഷൻ നമ്മളുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ആ ഒരു ജോബ് കംപ്ലീറ്റ് ആകുമ്പോൾ അവർക്ക് എന്തോ അക്കംപ്ലിഷ് ചെയ്തത്, എന്തോ ഭയങ്കര ഒരു കാര്യം അവർ ചെയ്തതിന്റെ ആ ഒരു ഹാപ്പിനെസ് അവർക്ക് കിട്ടുവാണ്. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോരോ തവണ ചെയ്യുമ്പോഴും അവർ പെർഫെക്ഷനിലേക്ക് അടുക്കുക. പെർഫെക്ഷൻ ഇൻ ദ സെൻസ് അവര് വെള്ളം അധികം കളയാതെ അത് നല്ലപോലെ ഫിൽ ചെയ്ത് വെക്കുന്നു. സോ അവരിലൊരു ഓർഡർ ഫോം ചെയ്യുവാണ്. ദാറ്റ് വിൽ ദെൻ ചേഞ്ചസ് ടു ഡിസിപ്ലിൻ. അവർക്കൊരു ഡിസിപ്ലിൻ തന്നെ ഫോം ചെയ്യുന്നു. ഡിസിപ്ലിൻ പതുക്കെ പതുക്കെ ഒരു പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് ഒബീഡിയൻസിലേക്കായിരിക്കും. സോ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇവരിൽ ഫോം ചെയ്യുകയാണ്. സാധാരണ കുട്ടികളുടെ ഡിസിപ്ലിനും ഒബീഡിയൻസും എന്താ, ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച് തല്ലി ഒക്കെ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഇത് പതുക്കെ പതുക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇവരിൽ താനെ വരുന്ന ഇതാണ്. മേ ബി ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, സോ ലവ് ഓഫ് റെപ്പിറ്റേഷൻ ഇത് നമ്മൾ വായിച്ചിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് ലവ് ഓഫ് ഓർഡർ വരെ പറഞ്ഞായിരുന്നു. ഏതാണ്? ലവ് ഓഫ് ഓർഡർ വരെ പറഞ്ഞു. ഓക്കെ, എനിവേ കുഴപ്പമില്ല, നമുക്ക് ലവ് ഓഫ് റെപ്പിറ്റേഷൻ തുടങ്ങി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ലവ് ഓഫ് റെപ്പിറ്റേഷൻ ആരെങ്കിലും ഒന്ന് വായിക്കും. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ മറിയ മോണ്ടിസോറിയുടെ ഒരു ബുക്കിന്റെ പേര് അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. യെസ്, ലവ് ഓഫ് റെപ്പിറ്റേഷൻ. ആരാ റീഡ് ചെയ്യാ? റെഡി? യെസ് പ്ലീസ്. Love of repetition. The second revelation made by children through their automatic work was the need to repeat the same thing again and again. It is through repetition that real development occurs afterwards. In The Secret of Childhood, Maria Montessori wrote about how she taught the children to wash their hands and observed that the children would go on to wash even after they were cleaned. Yes. അതായത് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത് ഒരു ക്ലീൻലിനെസ്, ഹൈജീനിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ അത് പ്രാക്ടീസ് ശീലിപ്പിക്കുന്നതിനൊപ്പം തന്നെ അതിനോട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു. അപ്പൊ അവരത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. ഈവൻ ദോ ഇറ്റ് ഇസ് ക്ലീൻഡ്, അതായത് അവർക്ക് അവർ എൻജോയ് ചെയ്യുന്നു, അവർ ചെയ്യുന്ന പ്രോസസ്, ആ പ്രോസസ് അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ത്രൂ റെപ്പിറ്റേഷൻ അത് ചെയ്യാനുള്ള ഇഷ്ടം അവരിൽ കൂട്ടിക്കൊണ്ട് അത് അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ലവ് ഓഫ് ഓർഡർ. ലവ് ഓഫ് ഓർഡർ വായിച്ചു. Love of order. This characteristic of children was detected by chance. In early Montessori class, the teacher dispensed the material at the beginning and collected it back at the end of the class. However, Maria Montessori informed that children were following the teacher and observing her placing the materials back on the shelves. The event made her understand that the children needed to place the materials back on their own. These observations become one of the many pillars of the prepared environment. പറഞ്ഞു തോന്നുന്നു. ആദ്യമൊക്കെ, അതായത് ഓരോ കാലഘട്ടം കഴിയും തോറും മോണ്ടിസോറി മെത്തേഡിലും മോണ്ടിസോറി മെറ്റീരിയൽസിലും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുവാണ്. ലൈക്ക് 7 years ബാക്ക് ഞാൻ ചെയ്ത അതേ മെറ്റീരിയൽസിൽ തന്നെ കുറെ ഡിഫറൻസ് ഇപ്പൊ നമുക്ക് വന്ന മെറ്റീരിയൽസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മറിയ മോണ്ടിസോറി ഇത് ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ അൺഎക്സ്പെക്ടഡ്ലി ആക്സിഡന്റലി വന്ന പല ഇൻസിഡൻസ് കാരണം അവർ മെത്തേഡിൽ പല പല മാറ്റങ്ങൾ വരുത്തേണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, കാൻഡിഡയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. മറിയ മോണ്ടിസോറിയുടെ അസിസ്റ്റന്റ് ആയിട്ടൊരു ഫെസിലിറ്റേറ്റർ ഉണ്ടായിരുന്നു, കാൻഡിഡ. യെസ്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് പിന്നീട് കുട്ടികളുടെ ചോയ്സ് ആയി മാറി. അവർക്ക് സെലക്ട് ചെയ്യാം എന്താണ് ചെയ്യേണ്ടത്. അവരത് ഷെൽഫിൽ നിന്ന് അത് എവിടെ നിന്നാണോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് അതുപോലെ തന്നെ അത് തിരിച്ച് കീപ്പ് ചെയ്യുന്നു, അവിടെ പ്ലേസ് ചെയ്യുന്നു.
ഇത് ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഒരു മിനി പില്ലേഴ്സ് ഒന്നാണ് ഈ ഒരു ഒബ്സർവേഷൻസ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും വീണ്ടും ഒബ്സർവേഷൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത് മോണ്ടിസോറി മെത്തേഡിൽ. ഞങ്ങൾ പഠിക്കുമ്പോൾ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാർഡ് തരും. കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 തുടങ്ങി 9 വരെയുള്ള കാർഡ്സ് ആയിരുന്നു. 1 തുടങ്ങി 9 അല്ല 10 വരെയുള്ള കാർഡ്സ് ആയിരുന്നു. അതായത് 1, 2, 3, 4 ഇങ്ങനെ ആ കാർഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്പേഴ്സ് മാർക്ക് ചെയ്ത കാർഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ 10 ഉണ്ട്. 1 തുടങ്ങിയിട്ട് 10 വരെ മാർക്ക് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള കാർഡ്സ്. ഇനി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ അല്ലെങ്കിൽ 1 തുടങ്ങി 10 വരെ ഇങ്ങനെ പ്ലേസ് ചെയ്യും. എന്നിട്ട് കുട്ടികളോട് ആ നമ്പർ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ നമ്പറിനനുസരിച്ച് ഒരു കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്ട്രിപ്സ്, അതായത് ഇങ്ങനെ റൗണ്ട്, നമ്മുടെ പൊട്ടിനേക്കാളൊക്കെ നല്ല വലുപ്പമുള്ള ഇത് ഇത്രയും ഒക്കെ ഉള്ള ഒരു റൗണ്ട്, അത് റെഡ് കളറായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അത് കൗണ്ട് ചെയ്ത് നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിക്കുമ്പോഴേക്കും ഡയസ് എറിഞ്ഞ് നമ്മൾ നമ്മുടെ ഓരോ പൊസിഷൻ വെക്കാനായിട്ട് ഇങ്ങനെ കോയിൻ സൈസിലോ കോയിനേക്കാൾ ചെറിയ സൈസിലുള്ള ഇങ്ങനെ റൗണ്ട്സ് കിട്ടില്ലേ പല കളറിലെ, അതുപോലെ റെഡ് കളർ ഇതുപോലെ കോയിൻ സൈസിലുള്ള റൗണ്ട് ആണ്. അപ്പൊ കുട്ടി നമ്പർ നോക്കിയിട്ട് ആ കാർഡ്സ് ഇങ്ങനെ ആ കൗണ്ടേഴ്സ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് ആ നമ്പറിന്റെ താഴെ കീപ്പ് ചെയ്യും. പക്ഷെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ വന്ന മെറ്റീരിയലില് കൗണ്ടറിന്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. അത് ബെൽ ഷേപ്ഡ് മെറ്റീരിയൽ ആണ്. കുറച്ചുകൂടി ഇപ്പൊ അതിന് കോസ്റ്റ് കൂടുതലാണ്, കാരണം വുഡൻ ആണ്. ഇങ്ങനെ ബെൽ ഷേപ്പിൽ, അതായത് ചെറിയ നോബ് ഉണ്ട്. ഇതുപോലെ ചെറിയ നമ്മുടെ ഭരണിയുടെ ഒക്കെ അടപ്പ് പോലത്തെ ചെറിയ നോബ് ഇങ്ങനെ വരും. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ക്ലിയർ ആയിട്ട്? പിന്നെ ബെല്ല് പോലത്തെ ഷേപ്പ് ഉള്ളതാണ് കൗണ്ടേഴ്സ് ആയിട്ട് വന്നത്. അപ്പൊ എത്രയാണോ നമ്പർ അതിനനുസരിച്ച് ഇതുപോലുള്ള ബോക്സിൽ അത് നിറയുന്നുണ്ട്. ഇതുപോലുള്ള കൗണ്ട് ചെയ്തിട്ട് ആ നമ്പറിന്റെ താഴെ നമുക്ക് പ്ലേസ് ചെയ്യാം. ആ രീതിയിലാണ് കുട്ടികൾ കൗണ്ടിങ് പഠിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമ്മൾക്ക് ഉണ്ടാക്കാം ലോ കോസ്റ്റില്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. ഈ ബെൽ ഷേപ്പ് ഒന്നും ഉണ്ടാക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട്സ് ഇല്ലേ, ചെറിയ കോയിൻ സൈസോ കോയിനേക്കാൾ ചെറിയ സൈസ് റൗണ്ട്സ് നമുക്ക് കാർഡ്ബോർഡിൽ കളർ പേപ്പർ ഒട്ടിച്ചിട്ട് കാർഡ്ബോർഡിൽ ഇങ്ങനെ വെട്ടി എടുക്കാം. അതാകുമ്പോൾ ലോ കോസ്റ്റില് നമുക്ക് ചെയ്യാവുന്നതാണത്. പിന്നെ ഈ നമ്പേഴ്സ് വേണമെങ്കിൽ അതിനകത്ത് വേറൊരു സെൻസും കൂടെ വരുന്ന രീതിയിൽ നമുക്കിത് സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോം ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും, അതാകുമ്പോൾ കുട്ടി നമ്പർ വിരൽ കൊണ്ട് ഇങ്ങനെ, ഇതിപ്പോ പെയിന്റ് പോലെയാ, നമുക്ക് എംപോസിങ് ഫീലിംഗ് ഒന്നുമില്ല. അപ്പൊ എംപോസ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്പർ കാർഡ് ചെയ്തിട്ട് ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ടാക്ടൈൽ സെൻസും ഇംപ്രൂവ് ആകും. ഫൈൻ മോട്ടോർ സ്കിൽസ്, ഈ ഫിംഗർ ടിപ്സിലൊരു ടിംഗ്ലിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അത് വരും. എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. നമ്മളുടെ ഉദ്ദേശം എന്താണ്? കൗണ്ടിങ് പഠിക്കുക, നമ്പർ ഫെമിലറൈസ് ചെയ്യുക. ഓക്കെ, കൗണ്ട് എങ്ങനെയാണ്, കൗണ്ട് എത്രയാണെന്നുള്ളത് പഠിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നത് ലോ കോസ്റ്റ്. ഇതൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇതിന്റെ കേസ് ഇത് തന്നെ വുഡൻ ആണ്, നാച്ചുറൽ വുഡ് ആയിരിക്കും. അതിനൊക്കെ തന്നെ നല്ല കോസ്റ്റ്ലി ആയിരിക്കും ഇത്. പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, സാൻഡ് പേപ്പർ നമ്പേഴ്സ്, വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്, അതെല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കാനായിട്ട് പറഞ്ഞത്. ചില മോണ്ടിസോറി മെറ്റീരിയൽസ് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, പിന്നെ ബീഡ്സിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? ബീഡ്സ് ചെയ്യാനായിട്ട് അത് കാണിച്ചിരുന്നില്ലേ? അതൊക്കെ നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ കുറേശ്ശെ ആയിട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും അവസാനം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ സമയം കളയണ്ട. കാരണം വെച്ചാലേ ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ ഒരു ഹറി അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പൊ ഇതാണ് പറഞ്ഞത്. ഈ അപ്ഡേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഈ മെറ്റീരിയൽസിലാണെങ്കിലും. 7 years ബാക്ക് ഞങ്ങൾ ചെയ്ത അതേ മെറ്റീരിയൽ വേറൊരു ഫോമിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്.
പിന്നെ 7 years ബാക്ക് ഞങ്ങൾ ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ 3 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് മോണ്ടിസോറി മെത്തേഡിലുണ്ട്. ഈ 3 ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോർഡാണ് കിട്ടുന്നത്. ബോർഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതുപോലെ ഇരിക്കെ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുള്ള ബോർഡാണ്. ഇതുപോലുള്ള ബോർഡ് ഉണ്ട്. അഡീഷണൽ, സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഇതുപോലുള്ള ബോർഡാണ്. അപ്പം ഇതിപ്പം സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡാണ്. ഇതില് ഞങ്ങൾ ചെയ്യുമ്പോൾ ബീഡ്സ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഓരോ നമ്പറിന്റെ താഴെ നമ്പർ റെപ്രസെന്റ് ചെയ്ത് ആ രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് ബീഡ്സിന് പകരം സ്ട്രിപ്സ് ആണ്. ഇതുപോലുള്ള ചെറിയ പല വലിപ്പത്തിലുള്ള സ്ട്രിപ്സ്, നമ്പർ 3 കാണിക്കാനായിട്ട് ഈ സ്ട്രിപ്പ്. മറ്റേത് നമ്മളുടെ ആ മൊത്തല്ലേ ബീഡ്സ്, അതായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ ബോർഡില് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വെച്ചത്. ഇപ്പോ സ്ട്രിപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ അപ്ഡേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. സോ നമുക്കതുകൊണ്ട് ഒരു കാര്യം തന്നെ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. വർഷം കഴിയുമ്പോഴും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ തന്നെ പല പല രീതിയിലുള്ള മാറ്റങ്ങളും, സിലബസിലെ മാറ്റങ്ങള്, പഠന രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ മോണ്ടിസോറി മെത്തേഡിലും മെറ്റീരിയൽസിനെ കുറെ കൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാലം കഴിയുമ്പോൾ. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾ മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ് തന്നെ, ബട്ട് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. നമ്മളുടെ പ്രാക്ടിക്കൽസ് മോഡ്യൂൾ 3 ആകുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞത് കാൻഡിഡ. ഓക്കെ, ഫ്രീഡം ഓഫ് ചോയ്സ് വായിച്ചില്ലല്ലോ? വായിച്ചോ? ഇത് നമ്മൾ ആ കാൻഡിഡയുടെ കഥ പറഞ്ഞത് കുറച്ചുകൂടെ നമ്മൾ അതിനകത്ത് കഥ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കാൻഡിഡയ്ക്ക് ശരിക്കും നല്ല ദേഷ്യം വരിക ചെയ്തത്. കുട്ടികൾ സ്റ്റീൽ ചെയ്തു എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പൊ മോണ്ടിസോറി അവരെ വളരെ റിലാക്സ് ചെയ്യിച്ചിട്ട് കാര്യം പറയുമായിരുന്നു. അങ്ങനെ പിറ്റേന്ന് തുടങ്ങി ആ ഒരു ഓപ്പൺ ഷെൽഫ് എന്നുള്ള രീതിയായി ചൈൽഡ് സൈസ്ഡ് പോലെയുള്ള ഷെൽഫുകളും കുട്ടികൾക്ക് എത്താൻ പറ്റുന്ന ഉയരത്തിലാണ് എല്ലാ സാധനങ്ങളും വെച്ചിരുന്നത്. അപ്പൊ അവര് തന്നെ പോയി എടുത്ത് അവർ തന്നെ അത് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് വൺ ലവ് ഓഫ് വർക്ക്. ഇവിടെ വർക്ക് ടു പ്ലേ അതാണ്. പക്ഷെ അവര് ചെയ്യുന്നത് വെറും ഒരു ഗെയിംസ് അല്ല, ദേ ആർ ഡൂയിങ് സം വർക്ക്. ആ ഒരു ഫീൽഡിലാണ് അവർ ആ പ്ലേ ചെയ്യുന്നത്. അപ്പം അതൊന്ന് വായിക്കും. ലവ് ഓഫ് വർക്ക്. Love of work. Dr. Montessori found that children preferred work to play. This astonishing revelation came about when Dr. Montessori placed the expensive toys, which were given by her friends, in a room with the children. To her surprise, the children did not select any of the toys. They preferred to work with the materials. സോ അതാണ് ലവ് ഓഫ് വർക്ക്. അവർ ചെയ്യുന്ന മെറ്റീരിയൽസ് കൊണ്ട് അവർക്ക് ആക്ടിവിറ്റി ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ അവർ അതുകൊണ്ട് കളിക്കും, പിന്നെ അവരത് കളയും. പിന്നെ വീട്ടിലുള്ള സ്പൂണും പ്ലേറ്റും ഗ്ലാസും ഒക്കെയാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പൊ അതുപോലെ കുട്ടികൾക്കൊരു ആക്ടിവിറ്റീസ് അവരൊന്നും ഇന്നോവേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ആ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് കൊടുത്തിട്ട് പോലും കുട്ടികൾ അതൊന്നും സെലക്ട് ചെയ്തില്ല. അവർക്ക് ആ മെറ്റീരിയൽസ് വെച്ചിട്ട്, ആ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത് വെച്ച മെറ്റീരിയൽസ് വെച്ചിട്ട് വർക്ക് ചെയ്യാനായിരുന്നു അവർ താല്പര്യം കാണിച്ചത്. നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഇത് പലപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുമായിരിക്കും. കുട്ടികൾക്ക് ഒരു അപ്രൈസൽ കൊടുക്കണ്ടേ, അവർക്ക് അപ്രീസിയേഷൻ അവർ ആഗ്രഹിക്കുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ. ബട്ട് പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു റിവാർഡോ പണിഷ്മെന്റിന്റെയോ ആവശ്യമില്ലാന്ന്. നമ്മൾ ഈവൻ ദോ നമുക്ക് സം സർട്ടൻ കേസസിൽ നമുക്ക് അപ്രീസിയേഷൻ ഒക്കെ കൊടുക്കാം. ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഒരു കുട്ടിക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് വോണ്ട് ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് അത് ഹേർട്ട് ചെയ്യുന്ന ആ രീതിയിലാവരുത്. കൊച്ചുകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും അല്ലെ. പിന്നെ വലിയ കുട്ടികളുടെ കാര്യമൊക്കെ ആകുമ്പോൾ ഇപ്പൊ ഒരു കുട്ടി സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് ക്വിസ് കോമ്പറ്റീഷന് പോയിട്ട് പ്രൈസ് വാങ്ങിച്ചു. ദാറ്റ് മീൻസ് അതെല്ലാവരും അക്സെപ്റ്റബിൾ ആണ്. വേറൊരു കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആണ്. വലിയ പിള്ളേരുടെ കേസിൽ അസംബ്ലിയിൽ വെച്ച് അതിനെ വേണ്ടുന്ന പ്രൈസിലൊക്കെ കൊടുക്കുന്നു,
പ്രൈസ് വേറെ കൊടുക്കുന്നു, ആ രീതിയൊക്കെ അതെന്ന് പറഞ്ഞാൽ ഹോൾ സ്കൂൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ബട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യമാകുമ്പോഴേക്കും ദാറ്റ് മേ അഫക്ട് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. അപ്പൊ അതുകൊണ്ട് അവിടെ റിവാർഡ്സും ഇല്ല പണിഷ്മെന്റും ഇല്ല, രണ്ടും ഇല്ലാത്ത ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിളും അവിടെ പറയുന്നുണ്ട്. വായിച്ചോളൂ. യെസ്. A boy was rewarded with a medal by an untrained teacher for good behavior. A few moments later, Montessori observed the boy taking off his medal. This struck Montessori, realizing the children showed no need for reward and punishment, which intervened with the child's choice of activity. അപ്പൊ ഇതും ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തതാണ്. മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചിട്ട് അവെയർ അല്ലാത്തൊരു ടീച്ചർ ഒരു മെഡൽ പോലെ ഒരു കുട്ടിക്ക് റിവാർഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ ആ കുട്ടി അത് എവിടെയോ മാറ്റി വെച്ചു, അതിനത് താല്പര്യം ഉണ്ടായില്ല. അത് മോണ്ടിസോറി ചിന്തിച്ചു, ഇപ്പൊ റിവാർഡും പണിഷ്മെന്റും കുട്ടികൾക്ക് ആവശ്യമില്ല, അവരുടെ ചോയ്സ്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അവരുടെ ഇഷ്ടം, അവരുടെ ചോയ്സ്, ദേ വിൽ എൻജോയ് ദാറ്റ്, ആ ഒരു രീതിയിൽ. നെക്സ്റ്റ്, ലവേഴ്സ് ഓഫ് സൈലൻസ്. കുട്ടികൾ സൈലൻസ് ഇഷ്ടപ്പെടുന്നു എന്നാണ് മോണ്ടിസോറി പറയുന്നത്. സൈലന്റ് ഗെയിം എന്ന് പറഞ്ഞിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ, മോണ്ടിസോറി സ്കൂളുകളിൽ അതൊരു ഗെയിം പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് എന്താ ഇത് ഒന്ന് വായിക്കും. അതും ഒരു ഇൻസിഡന്റ് തന്നെയാണ് മോണ്ടിസോറിക്ക്, അത് മനസ്സിലായ ഒരു ഇൻസിഡന്റ് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് സൈലൻസ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ആരും സമ്മതിച്ചില്ല, എല്ലാവരും മോണ്ടിസോറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. കാരണം അവർ പറയുന്നത് നിറയെ കുട്ടികളുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അടുത്തുകൂടെ പോകുമ്പോൾ അറിയാം ഭയങ്കര ബഹളായിരിക്കും. അപ്പൊ എങ്ങനെയാ കുട്ടികൾ സൈലൻസ് ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ക്രിട്ടിസൈസ് ചെയ്തായിരുന്നു. മോണ്ടിസോറി അത് പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്തൊരു എക്സ്പെരിമെന്റ്, ഒരു ടാസ്ക് ആണ് നെക്സ്റ്റ് പറയുന്നത്. പ്ലീസ് വായിച്ചോ. ആരാ റെഡി? ആരും ഇല്ലേന്ന് റെഡി ചെയ്യാൻ? കുറവാണ്. വായിക്കണോ? Flowers of Silence. Dr. Montessori recounted an event where she brought a 4-month-old baby girl into her classroom. Maria Montessori was not surprised that the little girl was so still and quiet and wanted to share this feeling with the children in the class. She told the class in a joking manner, "None of you could do so well." Maria was taken aback that her children were able to keep silent. She went further to say how soft her breath is. None of you could breathe silently as she. These children took Maria to task. At that moment, holding their breaths, there was an incisive silence. It was therefore a real revelation when Montessori discovered that deep down in the souls of children have a great love of silence. Today, the silence game has become a part of Montessori classrooms. Yes. മോണ്ടിസോറി ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് ഒരു ചെറിയ ബേബിയെ, ഉറങ്ങുന്ന ഒരു കുട്ടിയെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അത് കുട്ടികളോട് പറയും, ഇതുപോലെ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് പറ്റില്ല, അങ്ങനത്തെ ഒരു ജോക്കിംഗ് രീതിയിൽ, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോഴേക്കും കുട്ടികൾ അതൊരു ചലഞ്ച് പോലെ എടുത്തിട്ട് അവര് അതുപോലെ സൈലന്റ് ആകാനായിട്ട് നോക്കി. പിന്നെ ആ മറ്റേ കുഞ്ഞിനെ കാണിച്ച് ഹൗ സോഫ്റ്റ് ഹെർ ബ്രീത്ത് ഈസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും കുട്ടികളും അതുപോലെ തന്നെ സൈലന്റ് ബ്രീത്ത് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് അതൊരു ടാസ്ക് ആയിട്ട് മോണ്ടിസോറി എടുത്തു. ഇപ്പോഴും മോണ്ടിസോറി എൻവയോൺമെന്റിൽ സൈലന്റ് ഗെയിം എന്നുള്ള ഒരു ഇതുണ്ട്. അതിനെന്തോ ആ ഒരു മോണ്ടിസോറി സ്കൂളിൽ ഞാൻ പോയപ്പോഴും ഇതുപോലെ തന്നെയാണ്. കുറെ കുട്ടികൾ കിടന്നുറങ്ങും, കുറെ കുട്ടികൾ ഉറങ്ങാത്തവരുണ്ടാവും, പക്ഷെ ദേ വോണ്ട് ഡിസ്റ്റർബ് അതേഴ്സ്. ആ ഒരു രീതിയിൽ അവർ മിണ്ടാതെ തന്നെ ഇരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ കൂടെ തന്നെ ഒരു ബാച്ചിൽ ഒരു ട്രെയിനിങ് ടീച്ചിങ് പ്രാക്ടീസിന് പോയ കാര്യം. അപ്പൊ ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്തു. ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തപ്പോ അതിങ്ങനെ പറയുമായിരുന്നു, ഞാൻ സെയിം കാര്യം എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു. അതിനൊരു 3 വയസ്സുള്ളൊരു മകനുണ്ട്. അപ്പൊ ഈ കുഞ്ഞിനെ എവിടെ ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ മോനെയും കൊണ്ടാ പോകുന്നത്, KG സെക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്ക് കുഞ്ഞങ്ങ് ഉറങ്ങാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബെഞ്ചിൽ കുട്ടിയെ കിടത്തും. അപ്പം ഈ മോൻ ഉറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികളൊക്കെ മിണ്ടാതെ ഇരിക്കുന്നത്. എന്നിട്ട് ചിലർ ഇവന്റെ അടുത്ത് പോയി കിടന്നുറങ്ങും, ചിലർ മിണ്ടാതിരിക്കും. അങ്ങനെ എപ്പോഴാണ് ഇവ കണ്ണു തുറക്കുന്നത് ആ സമയത്തെ ഇവര് ശബ്ദം ഉണ്ടാക്കുള്ളൂ. അപ്പൊ അത് ഇവരോട് മിണ്ടാതിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഒരു കുഞ്ഞു ഉറങ്ങണ കാണുമ്പോഴേക്കും ഇവരും മിണ്ടാതെ അങ്ങിരിക്കും.
ഒരു അനക്കം പോലും ഉണ്ടാവില്ല. എന്റെയൊക്കെ അടുത്ത ക്ലാസ്സിലെ ടീച്ചർമാരും അവരൊക്കെ ചോദിച്ചു ഈ ക്ലാസ്സിൽ പിള്ളേരില്ലേ എന്നുള്ള രീതിയിൽ വന്ന് നോക്കുമായിരുന്നു. അതുപോലെ അത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പൊ മറിയ മോണ്ടിസോറി ഇത് തന്നെയാണ് പറഞ്ഞത്. കുട്ടികൾ അത് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവര് ഇൻട്രോവേർട്ട് ആണെന്നോ. അവരത് എൻജോയ് ചെയ്യുന്നു. ആ സൈലൻസ് എന്നുള്ള ആ ഒരു ഇത് എൻജോയ് ചെയ്യുന്നു. അവർ ആ ബ്രീത്ത് സൈലന്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നു. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒരു ട്രെയിനിങ് ഇതേപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞുറങ്ങുമ്പോ പിള്ളേര് ബഹളം വെച്ചാലോ എന്നൊക്കെ അതിന് ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികളെ കൺട്രോൾ ചെയ്തില്ല. ബട്ട് ഒന്നും പറയാതെ തന്നെ പിള്ളേരെല്ലാം ആരും മിണ്ടാതിരുന്നു. നമ്മളുടെ വീട്ടില് കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പൊ വലിയ ചേട്ടന്മാരോ ചേച്ചിമാരോ വലിയതൊന്നും ഉദ്ദേശിച്ച് അവരെക്കാൾ 1-2 വയസ്സ് മൂത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടികളും അതുപോലെ തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ ഒരു പാർട്ട് തന്നെയാണ് ഈ സൈലൻസ് ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കംസ് റൈറ്റിംഗ് ആൻഡ് റീഡിങ്. മറിയ മോണ്ടിസോറി പറയുന്നത് റൈറ്റിംഗ് ആൻഡ് റീഡിങ് ആർ ദ എക്സ്പ്ലോഷൻസ് ആണ്. ഒരു എക്സ്പ്ലോഷൻ പോലെയാണ് അത് വരുന്നത്. കുട്ടികളെ നിർബന്ധിച്ച് എഴുതോ വായിപ്പിക്കുകയോ ചെയ്യുന്നതല്ല, അത് താനെ അവരിൽ ഉണ്ടായി വരുന്നതാണ് റൈറ്റിംഗ് ആൻഡ് റീഡിങ് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, അതാരാ റീഡ് ചെയ്യാം? 2 പാരഗ്രാഫ്സ്. 3 പാരഗ്രാഫേ ആക്കിയുള്ളൂ, ചെറിയ പാരഗ്രാഫ്സ് അല്ലേ. Writing and reading. യെസ്. Maria Montessori did not have any intention to teach children to write so young, but the young children came to her and asked her to teach them to read and write. When parents also started to implore her to do so, Montessori had to agree. She and her assistant made some letters framed out of the cupboard and sandpaper so that the children could trace the letters. According to Maria Montessori, opinion depends upon the mind and hand. Writing should eagerly follow as a natural outcome of movement. Maria Montessori understood this when one December she told a child to draw a picture of a chimney. The child took a chalk and obediently did his work. The child instantly cried out, "I can write, I can write." It was the first time he had ever written. ഒരു പാരഗ്രാഫ് കൂടെ ചേർത്തുണ്ട്, അതും കൂടെ വായിച്ചു. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിംഗ് ആൻഡ് റീഡിങ് കഴിയും. Okay, Miss. Montessori found that the writing came before reading. Maria Montessori wrote on a blackboard, "If you love me, give me a kiss. If you can read too, come to me." Children were reading the sentence for their own happiness. It was only on the 4th day that a little child approved of Montessori and gave her a kiss. മോണ്ടിസോറി ഒന്നും ഫോഴ്സ്ഫുള്ളി കുട്ടികളെ ചെയ്യിക്കുന്നില്ല. അത് റീഡിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും. അപ്പൊ അവരങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഓരോ എക്സ്പീരിയൻസ് വെച്ചിട്ട് മോണ്ടിസോറി വിചാരിക്കുന്നത് കുട്ടികള് എഴുതാനും വായിക്കാനും പഠിക്കും. അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരിൽ അത് തന്നെ വന്നോളും എന്ന് വിചാരിച്ചെടുത്ത്. പക്ഷെ പലപ്പോഴും പാരന്റ്സ് നോക്കുമ്പോൾ കുട്ടികളൊന്നും എഴുതുന്നില്ല, കുട്ടികളൊന്നും വായിക്കുന്നില്ല, ഇച്ചിരി ഹോംവർക്ക് ഒക്കെ കൊടുത്തുവിട്ടാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്ന പാരന്റ്സ് ഉണ്ടല്ലോ KG സെഷനിൽ. ഇവരെന്തെങ്കിലും എഴുതുന്നതോ വായിക്കുന്നതോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നൊക്കെ കാണാനുള്ള ഇത് കൊണ്ടാന്ന് പറയും. ചില കുട്ടികളും ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി എഴുതണം വായിക്കണം ആ ഒരു രീതിയിൽ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇവര് കാർഡ്ബോർഡ് പീസസ് ലെറ്റേഴ്സ് എല്ലാം കട്ട് ഔട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ സാൻഡ് പേപ്പേഴ്സ്, കുട്ടികൾക്ക് ട്രേസ് ചെയ്യാവുന്ന രീതിയിൽ സാൻഡ് പേപ്പേഴ്സും കട്ട് ചെയ്തെടുത്തു. സാൻഡ് പേപ്പേഴ്സ് ആകുമ്പോഴേക്കും ഇവരുടെ ആ ഫിംഗർ ടിപ്സിൽ ആ ഒരു ടിംഗ്ലിംഗ് എഫക്റ്റ് വരും. അവർക്ക് അതിന്റെ സെൻസോറിയൽ ആക്ടിവിറ്റി, അത് അവരുടെ സെൻസസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ അവർ പെട്ടെന്ന് തന്നെ അക്ഷരം അവരുടെ മനസ്സിലേക്ക് അത് പ്രസാവും. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും അക്ഷരം എഴുതുമ്പോൾ ഇപ്പൊ എഴുതി അതിനവർ പറയുന്നത് വരച്ചു എന്നല്ലേ, അവർക്ക് ആ ഡ്രോയിങ് എന്നുള്ള കൺസെപ്റ്റാണ് ഫസ്റ്റ് അവരുടെ മനസ്സിൽ. അവരിങ്ങനെ ഓരോന്ന് കാണുന്നത് അതേ ഷേപ്പിലൊക്കെ വരച്ചു വെക്കാനായിട്ട് ശ്രമിക്കും ചെറുപ്പം തുടങ്ങിയിട്ട്, അല്ലെ? അവരെ ഓരോരുത്തരുടെ റിലീജിയസ് ബിലീഫിനനുസരിച്ച് എഴുത്തിനിരുത്തുന്ന ഒരു ഏജ് ഉണ്ട്. അതിന് മുമ്പേ കുട്ടികൾ അതും ഇതൊക്കെ കുത്തി വരയ്ക്കാനും ഒക്കെ നോക്കും. കാണുന്നതൊക്കെ അതേപടി വരയ്ക്കാനായിട്ട് നോക്കും. അവരുടെ കൺസെപ്റ്റിൽ അവരതങ്ങ് വരയ്ക്കുകയാണ്. അപ്പൊ അക്ഷരങ്ങള് കണ്ട് പരിചയമാകുമ്പോ തുടങ്ങി അവര് എ എന്നുള്ള ലെറ്റർ ഇപ്പൊ എഴുതുവാണെങ്കിൽ അവര് പറയണത് ഞാൻ A വരച്ചു, ആ ഒരു രീതിയിലൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ അവർക്ക് ഇഷ്ടത്തോടെ ഈ 2 പ്രോസസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് വരണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ്, റീഡിങ് അതുപോലെ തന്നെ റൈറ്റിംഗ്, ആ ഒരു ഇതിനേക്കാളും അത് തന്നെ വരുന്നു എന്നുള്ള രീതിയിലാണ്.
സെൻസറി മെറ്റീരിയൽസ് വെച്ചിട്ട്, അതായത് ഇപ്പൊ പറഞ്ഞ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ വിഷ്വലി കാണാൻ പറ്റുന്ന വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്, അതെല്ലാം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം വെച്ചിട്ട് സെൻസറി മെറ്റീരിയൽസ് വെച്ചിട്ട് അവര് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഈ റീഡിംഗ് റൈറ്റിങ്ങിന്റെ കാര്യം. പിന്നെ ഈ സാൻഡ് പേപ്പറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ ഡിഫറൻസ്, റഫ്നെസ് ഉണ്ട്. പിന്നെ അല്ലാതെ സാധാരണ കാർഡ്ബോർഡിലാവുമ്പോഴേക്കും ഒരു സ്മൂത്ത്നെസ് ലെറ്റേഴ്സിന്റെ, അങ്ങനെ ആൽഫബറ്റ്സ് എല്ലാം ഇവരുടെ സെൻസറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആൽഫബറ്റ്സ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മറിയ മോണ്ടിസോറി ചെയ്ത, ഞാൻ എന്റെ ടെക്സ്റ്റിൽ നിന്നാണ് കുറച്ച് കാര്യങ്ങൾ പറയണേ കേട്ടോ. മറിയ മോണ്ടിസോറി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൽഫബറ്റ്സിനെ ഗ്ലാസ് പേപ്പർ ഉണ്ടല്ലോ, ഗ്ലാസ് പേപ്പർ അറിയോ, OHP ഷീറ്റ് എന്നൊക്കെ പറയില്ലേ, ഗ്ലാസ് പെയിന്റിംഗ് ഒക്കെ ചെയ്തവർക്ക് അറിയാം. ബേസ് ചെയ്യുമ്പോൾ ആദ്യം ഗ്ലാസ് പേപ്പർ എന്നും പറഞ്ഞിട്ട് പണ്ട് പ്രൊജക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ സെമിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോഴേക്കും ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് വെക്കില്ലേ. ട്രേസിംഗ് പേപ്പർ ആണോ മിസ്? ട്രേസിംഗ് പേപ്പർ അല്ല, എന്തെങ്കിലും ഉണ്ടായിരുന്നു ഗ്ലാസ് പേപ്പർ. പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ, കണ്ടാ ശരിക്കും നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ A4 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. കണ്ടിട്ടുണ്ട്. ഈ ഗ്ലാസ് പേപ്പറിൽ മോണ്ടിസോറി ആൽഫബറ്റ്സും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിനെ സ്മൂത്ത് കാർഡ്ബോർഡ് പീസസിൽ ഒട്ടിച്ചു. അപ്പൊ അവിടെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ആണ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സും ചെയ്തു, അവിടെ നമുക്ക് റഫ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ്. കുട്ടികളെ എൻകറേജ് ചെയ്യിച്ചു അത് ട്രേസ് ചെയ്യാൻ, ഗ്ലാസ് പേപ്പറിൽ ഫിംഗേഴ്സ് വെച്ചിട്ട് ട്രേസ് ചെയ്യാനായിട്ട്. അപ്പൊ അവർക്ക് ആ ലെറ്റർ, അതിന്റെ ഷേപ്പ്, അതിന്റെ കർവ്സ്, സ്ട്രേറ്റ് ലൈൻസ് ഉണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ അല്ലേ, ABCD എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സ്കൂളുകളിൽ കുട്ടികളെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്ലാൻഡിങ് ലൈൻസ്, സ്ലീപ്പിംഗ് ലൈൻസ് ഒക്കെ പറഞ്ഞിട്ട് ലൈൻസ് പഠിപ്പിക്കും അല്ലെ. അതിനുശേഷം പിന്നെ Aയും Bയും ഒക്കെ പഠിക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ ചെയ്യിച്ചിട്ടില്ലേ നമ്മുടെ ചെറിയ പിള്ളേരെ സ്കൂളുകളിൽ? അങ്ങനെ ലൈൻസ് ഒക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു മലയാളം ടീച്ചർ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ, മേ ബി നിങ്ങളുടെയും ആയിരിക്കും, മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് നമ്മൾ നല്ല സ്ട്രഗിൾ ചെയ്തു അല്ലെ, കാരണം അത്രയും ടഫായിട്ട് വരുന്നത്. പിന്നീട് ഞാൻ ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ടീച്ചർ എനിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചർ എന്നോട് ഇങ്ങനെ പറയാണ്, ഇങ്ങനെ അവർക്ക് ട്രെയിനിങ് സമയത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ട, ആദ്യം റ, ര, ത ഈ അക്ഷരങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം എന്നുള്ളതായില്ലേ. എന്റെ മോളുടെ സ്കൂളില് റായാണ് ഫസ്റ്റ് പഠിപ്പിച്ചത്. ഞാൻ ആലോചിച്ചത് എന്താ, സാധാരണ തായൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോ ചെറുപ്പത്തിൽ ആയെന്നല്ല ആദ്യം പഠിച്ചത്, അങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. ഇവര് ഫസ്റ്റ് തന്നെ റായാണ് പഠിപ്പിച്ചത്. ആ കെറുവ് വരയ്ക്കാനായിട്ട് എളുപ്പമായ കാരണം ഫസ്റ്റ് റായ പഠിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് രാ പഠിപ്പിച്ചു. അങ്ങനെയാണ് എന്റെ മോളുടെ സ്കൂളിലും ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും കുട്ടിക്ക് എളുപ്പമായി, കാരണം കുട്ടി പഠിച്ച ദായുണ്ട്, കുട്ടി പഠിച്ച രാ അതിലുണ്ട്, റാ പോലെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോഴേക്ക് കുട്ടികൾ പെട്ടെന്ന് പഠിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഓരോ, അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഒരു മാറ്റങ്ങൾ ഇങ്ങനെ ഓരോരോ വർഷം കഴിയുമ്പോൾ ആ രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ ആവുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അവർ ഈസി ആയിട്ട് പഠിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ആ ലെറ്റർ ഫീൽ ചെയ്യുന്നു, അതിന്റെ ഷേപ്പ്, അതിന്റെ കർവ്സ്, സ്ട്രേറ്റ് ലൈൻസ് അവരവരുടെ വിരൽ കൊണ്ട് ഇതിങ്ങനെ ട്രേസ് ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് അതിങ്ങനെ കയറുവാണ്. അപ്പൊ ലെറ്ററിനെ കുറിച്ചൊരു ഫിസിക്കൽ നോളജ് അറിയാം. മറ്റേത് എങ്ങനെയാണ് കുട്ടികളെ ട്രഡീഷണൽ വേയിൽ പഠിപ്പിക്കുന്നത്, ബോർഡിൽ ടീച്ചർ എഴുതും, കുട്ടിയെ കൈ പിടിച്ച് എഴുതിക്കും കുറെ നേരം, കുട്ടിയെ കൊണ്ടൊരു 10 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ അങ്ങനെ നിറയെ എഴുതിക്കും. അപ്പൊ എഴുതുന്ന ലെറ്റർ എന്താണ്, എങ്ങനെയാണ് അത് എഴുതുന്നത്, അത് ആ ഒരു ഐഡിയ ഒക്കെ അവർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് അവർക്ക് കിട്ടുന്നത്. ഈ രീതിയിൽ കുട്ടികൾ തന്നെ ട്രേസ് ചെയ്ത് അവര് പിന്നെ അത് എഴുതാനായിട്ടൊരു ഇൻട്രസ്റ്റ് അവരിലേക്ക് തന്നെ ഫോം ചെയ്യുവാണ്. അതൊരു ഫാസ്റ്റ് ആയിട്ട് തന്നെ അവരിൽ ഫോം ചെയ്യുന്നു എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ അപ്പൊ മെറ്റീരിയലിലെ ടെക്സ്ചേഴ്സ്, അതിപ്പം സാൻഡ് പേപ്പർ വെച്ച് ചെയ്തു, ഗ്ലാസ് പേപ്പർ വെച്ച് ചെയ്തു, അങ്ങനെ അവർക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് സ്മൂത്ത്, റഫ് എന്നുള്ളത്. അപ്പൊ ചില കുട്ടികൾക്ക് മേ ബി റഫ്നെസ്സിൽ ട്രേസ് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് സ്മൂത്ത്നെസ്സിൽ ട്രേസ് ചെയ്യാനാണ് ഇഷ്ടം. ഇറ്റ്സ് ദെയർ ചോയ്സ്. ആ ഒരു രീതിയിൽ അപ്പൊ അവർക്ക് സെൻസിറ്റിവിറ്റി അവരുടെ ഇമ്പ്രൂവ് ചെയ്യുന്നു, എൻവയോൺമെന്റുമായിട്ടുള്ള സെൻസിറ്റിവിറ്റി അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യും. അത് നല്ല സക്സസ് ആയിരുന്നു എന്നാ പറയുന്നത്. മറിയ മോണ്ടിസോറിയുടെ ഈ ഒരു മെത്തേഡ് ഭയങ്കര സക്സസ് ആയി മാറി. ഗ്രാജുവലി കുട്ടികൾ ഇങ്ങനെ ട്രേസ് ചെയ്ത് പഠിച്ച ലെറ്റേഴ്സ് പഠിച്ച് പതുക്കെ അവർ റൈറ്റിംഗ് എന്നുള്ളതിലേക്ക് അവര് പെട്ടെന്ന് തന്നെ അവർ എത്തുകയാണ് ചെയ്തത്. ഈ ട്രേസ് ചെയ്തത് അവർ പിന്നീട് അത് എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു.
അവരിങ്ങനെ എല്ലായിടത്തും എഴുതാൻ തുടങ്ങി. ഡോസ്, വാൾസ്, വീട്ടിലും അങ്ങനെ ബ്രെഡ് കഴിക്കാൻ കൊടുത്ത അതിലും അവർ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ആ ഷേപ്പ്, പഠിച്ച ലെറ്റേഴ്സിന്റെ ഷേപ്പ് എഴുതാൻ തുടങ്ങി. അപ്പം മനസ്സിലായി അവർക്ക് റൈറ്റിങ്ങിന് ഇൻട്രസ്റ്റ് ആയി. അതൊരു എക്സ്പ്ലോഷൻ പോലെ റൈറ്റിംഗ് വന്നു എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അങ്ങനെ കാസാഡി ബാമിനിയിലെ കുട്ടികള് അവര് റൈറ്റിങ്ങിന് ശേഷം ദേ ഹാഡ് ലേൺ റൈറ്റിംഗ്. ആഫ്റ്റർ ദേ ഹാഡ് ലേൺ റൈറ്റിംഗ്, റീഡിങ്ങിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എഴുതി ഒരു വേർഡ്സ് ഒരുമിച്ചാക്കാൻ തുടങ്ങി. ഇപ്പൊ ലെറ്റേഴ്സിനെ കമ്പൈൻ ചെയ്ത വേർഡ്സ് വന്നു. സോ അവര് വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അവരുടെ ലാംഗ്വേജ് ഫോർമേഷന്റെ ആ ഒരു പ്രോസസ് പോയതാണ്. കുട്ടികൾക്ക് അപ്പൊ ചെറിയ ബുക്കുകൾ കൊടുക്കാൻ തുടങ്ങി. ആദ്യമൊന്നും അവരത്ര ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല അതൊന്നും റീഡ് ചെയ്യാനായിട്ട്. ഹൗ ദേ ബിഗാൻ റീഡിങ് whatever they could find in a classroom. പക്ഷെ ആ ബുക്കിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ക്ലാസ് റൂമിൽ അവര് ഫെമിലറൈസ് ആയ കുറെ ലെറ്റേഴ്സും അത് വെച്ചിട്ടുള്ള വേർഡ്സും ഉണ്ടാവുമല്ലോ, അത് അവര് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങി ആ ബുക്കിൽ നിന്ന്. അങ്ങനെ അവര് ബോർഡിൽ ഇപ്പൊ പറയാൻ വേണ്ടി സോറി മെസ്സേജസ് എഴുതുവാണെങ്കിൽ അത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പറഞ്ഞത് ഈ ഇഫ് യു ലവ് മീ ഗിവ് മീ എ കിസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചപ്പോ കുട്ടികളെല്ലാം അത് വായിച്ചു എന്നുള്ളത്. അപ്പൊ അവര് ഫെമിലറൈസ് ആയിട്ടുള്ള വേർഡുകൾ ചേർത്തൊരു സെന്റൻസ് മറിയ മോണ്ടിസോറി ബോർഡിൽ എഴുതിയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവര് റീഡ് ചെയ്തു. അവരത് ആക്ഷൻ ആയിട്ട് തന്നെ അവരിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ റീഡിംഗ് ബുക്സ് അത്ര നെസസറി ഒന്നും ആയിരുന്നില്ല, ബട്ട് അത് കുട്ടികൾക്ക് ആ ഒരു റീഡിങ്ങിലേക്ക് അവരുടെ ഒരു ആക്ടിവിറ്റി പോയപ്പോൾ ചെയ്തതാണ്. ഇപ്പൊ കുട്ടികൾ സ്കൂളിലേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. കാസാഡി ബാമിനിയിലെ മറിയ മോണ്ടിസോറിയുടെ ആ ഒരു ടൈമിലെ കാര്യമായിട്ട് പറയുന്നത്. അവര് അവരുടെ കയ്യില് പേപ്പർ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ആ പേപ്പറിൽ എന്താണ് എന്ന് ചോദിച്ച് ആ രീതിയിൽ ഗസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ രീതിയിൽ ഇവർ ഓരോന്ന്, അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ പേപ്പറിൽ എഴുതിയിട്ട് മറിയ മോണ്ടിസോറിയുടെ അടുത്ത് അവർ ഓരോന്ന് എഴുതാൻ പഠിക്കുമ്പോൾ അവർ ഭയങ്കര ക്യൂരിയസ് ആവുകയാണ്. അവരത് പീസ് ഓഫ് പേപ്പറിലെത്തി ഭയങ്കര അവരെന്തോ ഒരു വിൻ ചെയ്ത പോലെ രീതിയിൽ മോണ്ടിസോറിയുടെ മുമ്പിൽ വരുന്നു. അങ്ങനെ അവരുടെ റീഡിങ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്ത് വരിക. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ബുക്ക് കൊടുക്കുമ്പോൾ അവർ വലിയ ഇൻട്രസ്റ്റ് ഒന്നും റീഡിങ്ങിൽ കാണിച്ചില്ല. അവർക്ക് പരിചയമുള്ള ഫെമിലറൈസ് ആയിട്ടുള്ള വേർഡുകൾ മാത്രമാണ് എടുത്തുള്ളൂ. പക്ഷെ ചില ബുക്കുകളിൽ ബുക്ക് പിടിച്ചിട്ട് ഇതില് ഒരു സ്റ്റോറി ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറിയ മോണ്ടിസോറി അവർക്ക് കഥകൾ വായിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ കഥകൾ വായിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവരത് ബുക്കുകളുടെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലായി. ബുക്കിൽ നിറയെ കഥകളുണ്ട്. സോ സ്റ്റോറി കേൾക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കുട്ടികൾ അതിനോട് വീണ്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഓരോ ഏജസിലും ഓരോ ഇൻട്രസ്റ്റ് കാണാം. ചില ഏജസിലുള്ള കുട്ടികൾക്ക് ചില കാര്യങ്ങളുടെ ഇൻട്രസ്റ്റ്, ചില ഏജസിലോട്ടുള്ള പിന്നെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഏജ് ഏതാണോ അതിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലാംഗ്വേജ് ഇങ്ങനെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ലാംഗ്വേജ് ആക്ച്വലി നമുക്ക് ലാംഗ്വേജ് എന്തിനാ? യെസ്, ഇറ്റ്സ് എ വെഹിക്കിൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. അതാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കമ്മ്യൂണിക്കേഷന് വേണ്ടുന്ന ഒരു വെഹിക്കിൾ ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് വിച്ച് പ്രൊമോട്ട്സ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ബ്രിങ്സ് ദം ടുഗദർ. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുവാണ്, ആ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ നമുക്ക് ഇഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ അയാളോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് ഹീൽ ചെയ്യുന്ന പോലുള്ള ഒരു സംസാരമാണ് അയാളിൽ നിന്നുണ്ടാവുന്ന വെച്ചാൽ നമ്മൾ അയാളുമായിട്ട് ക്ലോസ് ആവുകയാണല്ലേ. അപ്പൊ അത് ബ്രിങ്സ് ദം ടുഗദർ, ആളുകളെ ഒരുമിച്ചാക്കുന്നു. നമ്മളുടെ ഫീലിങ്സ് എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ദിസ് ലാംഗ്വേജസ് ആണ് അല്ലെ വേറൊരാളോട്. ഇങ്ങനെ എല്ലാ കുറെ റിക്വയർമെന്റ്സ് ഉണ്ട് ലാംഗ്വേജിന്. സോഷ്യൽ കോണ്ടാക്ട് അതിന് പറ്റുന്ന ഒരു മീഡിയമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ഈ ലെറ്റേഴ്സ് എല്ലാം മൂവബിൾ ആണ്. ലെറ്റേഴ്സ് മൂവബിൾ ആയതുകൊണ്ട് എന്താ ഇവർക്ക് ആ ലെറ്റേഴ്സ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഓർഡറിൽ വെച്ച് കഴിയുമ്പോൾ അവർ ഫെമിലറൈസ് ചെയ്ത് ഒരു വേർഡ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് പറ്റും. അപ്പൊ അങ്ങനെ രീതിയിലൊക്കെയാണ് കുട്ടികളിലേക്ക് ലാംഗ്വേജ് മറിയ മോണ്ടിസോറി കൊണ്ടുവരുന്നത്. കുറച്ച് വേർഡ്സ് ഒക്കെ അവര് ഫെമിലറൈസ് ആകുന്നു. പിന്നെ ഇതിൽ നമുക്ക് കളർ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ ഈ ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോണ്ടിസോറി മെറ്റീരിയൽസ് പലതും യൂസ് ചെയ്യുമ്പോൾ ഡയറക്ട്ലി ഇപ്പം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ നമ്മൾ ഈ ബോർഡ് വെച്ച് പഠിപ്പിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് എന്താ റിസൾട്ട് കിട്ടുക?
അവർ അഡീഷൻ പഠിക്കുന്നു, നമ്പേഴ്സ് അവർ ഫെമിലറൈസ് ആകുന്നു, കൗണ്ടിങ് അവർ മനസ്സിലാക്കുന്നു, ആഡ് ചെയ്യുമ്പോൾ മോർ ആണ് കിട്ടുന്നത് എന്നുള്ള ഒരു കുറെ കൺസെപ്റ്റ് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. അഡീഷൻ രണ്ട് നമ്പേഴ്സ് അതിൽ ആഡ് ചെയ്യുമ്പോൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, കളർ ടാബ്ലറ്റ്സ് ഉണ്ട് മോണ്ടിസോറി മെറ്റീരിയൽസിൽ. അതായത് കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ആണ് നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് ഉള്ളത്. പ്രൈമറി കളർ ടാബ്ലറ്റ്സ്, സെക്കൻഡറി, ടേർഷറി. പ്രൈമറിയിൽ 3 കളേഴ്സും, സെക്കൻഡറിയിൽ 7, ടേർഷറിയിൽ 11 കളേഴ്സ്. അങ്ങനെ വരുന്നത് മിക്സ് ചെയ്ത് കളർ വന്ന് അങ്ങനെ 11 കളേഴ്സ്. എല്ലാം വൈബ്രന്റ് കളേഴ്സ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള. അപ്പൊ പ്രൈമറിയിലുള്ള കളറായ ബ്ലൂ, ഗ്രീൻ, റെഡ്, ഈ 3 കളേഴ്സ് വരുമ്പോൾ ഇപ്പം ആ കളർ ടാബ്ലറ്റ് ചെറിയ പീസ് ടാബ്ലറ്റ് പോലെ ഉള്ളതാണ് കളർ ടാബ്ലറ്റ്സ്. അപ്പൊ അത് കുട്ടിയുടെ മുമ്പിലേക്ക് വെച്ചിട്ട് കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഫെസിലിറ്റേറ്റർ എന്ന് വിചാരിച്ചു. അപ്പൊ ഫെസിലിറ്റേറ്ററുടെ കയ്യിൽ റെഡും ഉണ്ട്, ബ്ലൂവും ഉണ്ട്. അപ്പൊ ദിസ് ഇസ് ബ്ലൂ എന്നും പറഞ്ഞിട്ട് ബ്ലൂ കളർ ടാബ്ലറ്റ് കുട്ടിയിലേക്ക് വയ്ക്കുന്നു. അപ്പൊ നമുക്ക് കേൾക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ്, ദിസ് ഇസ് ബ്ലൂ. അതിന്റെ ഒപ്പം ബ്ലൂ എന്നുള്ള കളർ ആ ക്രൊമാറ്റിക് സെൻസ് അവന്റെ സെൻസറി ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്നിട്ട് അപ്പൊ തന്നെ ഫെസിലിറ്റേറ്റർ ആ ബ്ലൂ ടാബ്ലറ്റ് മാറ്റിയിട്ട് റെഡ് വെക്കും. ദിസ് ഈസ് റെഡ് എന്ന് പറയും. റെഡ് എന്നുള്ള കളറും അവന്റെ സെൻസോറിയൽ ഇതിലേക്ക് പോകുന്നു. ദിസ് ഈസ് റെഡ് അത് വരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റും അവന്റെ ഉള്ളിലേക്ക് കയറും. അപ്പൊ ഈ 2 ടാബ്ലറ്റും മാറ്റി വെച്ചിട്ട് ടീച്ചർ എന്ത് ചെയ്യും, ഈ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കും. ഒരുമിച്ച് വെച്ചിട്ട് വിച്ച് ഈസ് റെഡ് എന്ന് ചോദിക്കും. സോ ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോ ഇവന് ആൻസർ ചെയ്യാൻ പറ്റണം, ദിസ് ഈസ് റെഡ് എന്ന് പറയണം അല്ലെ. അപ്പൊ അവന്റെ ലാംഗ്വേജ് അവിടെ ഫോം ചെയ്യുക, അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ മെയിൻ ഉദ്ദേശം കളർ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ബട്ട് അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്ന എന്താ, കുട്ടിയുടെ ലാംഗ്വേജ് ഫോർമേഷൻ. അപ്പൊ മിക്ക മെറ്റീരിയൽസ് കൊണ്ടും അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളുടെ മെയിൻ ഫങ്ഷൻ അവിടെ നടക്കുന്നു, അതിന്റെ ഒപ്പം തന്നെ ബോണസ് പോലെ വേറെയും കാര്യങ്ങൾ കിട്ടും. ലാംഗ്വേജ് ഫോർമേഷൻ എല്ലാ മെറ്റീരിയൽസ് ഐഡന്റിഫൈ ചെയ്യുമ്പോഴും ലാംഗ്വേജ് അതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയായിരുന്നു ലാംഗ്വേജിന്റെ കാര്യം പറയുന്നത്. അങ്ങനെ ഓരോന്നും പറയാനായിട്ട് അപ്പൊ സെന്റൻസുകളായിട്ട് പറയാൻ തുടങ്ങി. നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ പറയുന്നുണ്ട്, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു, ബാബ്ലിംഗ് വോയിസ്, കൂയിങ് സൗണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മാപ്പ എന്നൊക്കെയുള്ള അങ്ങനെ ചെറിയ വേർഡ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ടോയ്, അങ്ങനെ പിന്നെ മൈ ടോയ്, അല്ലെങ്കിൽ ഫുൾ സ്ട്രക്ചേർഡ് ആയിട്ട് സെന്റൻസ് പറയാതെ പക്ഷെ നമുക്ക് മീനിങ് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയല്ല, അങ്ങനെ ഒരു ജേർണി പോലെ വന്ന് ഇവരില് ലാംഗ്വേജ് ഫോർമേഷൻ പ്രോപ്പർ ആകും, തന്നെത്താൻ ആകും എന്നാണ് മറിയം മോണ്ടിസോറിയുടെ കണ്ടെത്തല്. അത് പക്ഷെ കറക്റ്റ് ആണ്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമ്മളുടെ ഇവിടേക്കുള്ള മോണ്ടിസോറി സ്കൂളുകളിൽ കുട്ടികൾ ഇറങ്ങിക്കഴിയുമ്പോൾ പല പാരന്റ്സിന്റെയും ഒരു സങ്കടം പറച്ചിലാണ്, കുട്ടിക്ക് ഒന്നും എഴുതാൻ അറിയില്ല. ലാംഗ്വേജ് ഓക്കെ, സംസാരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പക്ഷെ അക്ഷരങ്ങളൊന്നും മര്യാദയ്ക്ക് എഴുതാൻ അറിയില്ല. ആക്ച്വലി ആ മെത്തേഡ് പ്രോപ്പർ വേയിൽ പോകാത്ത കൊണ്ട് പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, അതുകൊണ്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. ആ ഒരു മെത്തേഡിന്റെ രീതിയിൽ തന്നെ പോകാത്തത് കൊണ്ട് പറ്റുന്ന പ്രശ്നമാണ്. അല്ലാണ്ട് ഈ മെത്തേഡ് വെച്ചിട്ട് കുട്ടികൾ നല്ലപോലെ അവരുടെ ലാംഗ്വേജ് ഫോർമേഷൻ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യം. ഇതൊരു എക്സ്പ്ലോഷൻ പോലെ വരുന്ന 2 കാര്യങ്ങളാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റൈറ്റിംഗ് കംസ് ഫസ്റ്റ്, അത് ആദ്യം വരും, പിന്നീടാണ് കുട്ടികൾ റീഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേർഡ്സ് റീഡ് ചെയ്യുന്നു, സെന്റൻസ് റീഡ് ചെയ്യുന്നു, അവർ പിന്നെ സെന്റൻസ് മേക്കിംഗ് ചെയ്യുന്നു. ഓക്കെ, ആദ്യമേ ഞാൻ പറഞ്ഞിട്ടു ഈ സെൽഫ് ഡിസിപ്ലിന്റെ കാര്യം അവരിൽ അത് ഫോം ചെയ്യുവാണ്, തന്നെത്താനെ വരെയാണ്. ആരും വടികൊണ്ട് അടിച്ചു പീഡിപ്പിക്കുകയോ ഷൗട്ട് ചെയ്യുകയോ അങ്ങനെ നിർബന്ധിച്ചിട്ട് ഉണ്ടാകുന്നതല്ല. ഈ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് അവരിൽ സ്പോണ്ടേനിയസ് ആയിട്ടത് ഫോം ചെയ്യുവാണ്. ഓക്കെ, ആരാ റീഡ് ചെയ്യാം? Spontaneous self-discipline. The children that came to Kasadi Bambini were children from the streets. Nobody caught them and they were hot and cared for. Their parents were working and the aim was to keep their children off the streets. But after some weeks, the children got used to this new mode of life. They helped and gave each other moral support. They were independent and could make their own decisions. They worked harmoniously in groups.
സെൽഫ് ഡിസിപ്ലിൻ അവരിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരിക എന്ന് പറയാം. അപ്പൊ മോണ്ടിസോറി എല്ലാ ഒബ്സർവേഷൻസ് എല്ലാം ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കാസ ഡി ബാംബിനി വെച്ചിട്ടായിരുന്നു. നമുക്കറിയാം അവിടേക്ക് വന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായിരുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ അവരതങ്ങ് ആ അറ്റ്മോസ്ഫിയറുമായിട്ട് അവര് അഡാപ്റ്റഡ് ആകുന്നുണ്ട്. ഓക്കെ, ചിൽഡ്രൻ ഫ്രം ദ സ്ട്രീറ്റ്സ് ആയിരുന്നു. അവര് ആദ്യം പാരന്റ്സിന് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്, വർക്കിംഗ് ആണ്, കുട്ടികളെ എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായി വെക്കണം, ആ ഒരു ഉദ്ദേശത്തില് മോണ്ടിസോറിക്ക് വന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾ പെട്ടെന്ന് തന്നെ ആ ഒരു ന്യൂ മോഡ് ഓഫ് ലൈഫുമായിട്ട് അവർ യൂസ്ഡ് ആയി. അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി, അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ ഓൺ ഡിസിഷൻ, ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണ് നമുക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. നമ്മൾ അതേസമയം നമ്മൾ ഒരാളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എല്ലാം നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇറ്റ്സ് ലൈക്ക് നമുക്കൊന്നും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞറിയില്ല, ഞാൻ ഇതുപോലെ മോനെയും കൊണ്ടൊരു കുട്ടികളുടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയപ്പം ഇതുപോലെ 7ാം ക്ലാസ്സിലെ കുട്ടി, അവൻ 8ാം ക്ലാസ്സിലാണ്, 7ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉണ്ട്. ബട്ട് കൂടുതലും ചെറിയ കുട്ടികളാണ്, മീൻസ് 7, 8 ആ ക്ലാസ്സിലുള്ള കുട്ടികളാണ് കൂടുതലും. ബട്ട് 10th ഒരു മോളുണ്ടായിരുന്നു കുട്ടി. അപ്പൊ ഇവർക്ക് ഒരു 9:30 എന്തോ ആയപ്പോ സെഷൻ തുടങ്ങി. അപ്പൊ 11 o'clock ആയപ്പോ ഒരു ടീ ബ്രേക്ക് വന്നു. ടീ ബ്രേക്ക് വന്നപ്പോ കുട്ടികളെല്ലാം പുറത്ത് പോയി, വാഷ്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം അവർ ക്യൂ ആയിട്ട് നിന്നിട്ട് ചായ എടുത്തു. അതിന്റെ കൂടെ സ്നാക്സ് ആയിട്ട് പരിപ്പുവട ഉണ്ടായിരുന്നു. പരിപ്പുവടയൊക്കെ എടുത്ത് ഓരോ കുട്ടികളും, ഞാൻ എന്റെ മോനെ ശ്രദ്ധിച്ചു പോലും, അവൻ തന്നെ പോയി ചായ എടുത്ത് പരിപ്പുവടയൊക്കെ എടുത്ത് എല്ലാ കുട്ടികളും, എല്ലാ കുഞ്ഞുങ്ങളും, അമ്മമാരൊക്കെ മാറി ഇനി ഇരിക്കരുത്, അടുത്ത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ പോയിരുന്ന് കഴിക്കുക. അപ്പൊ ഒരു പെൺകുട്ടിയുടെ 10th അമ്മയും വന്നിട്ടുണ്ട്, ഗ്രാൻഡ് മദറും വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ കൊച്ചു നടുക്കിരുന്നുണ്ട്. അതിന്റെ ഒരു വലിയൊരു ടാബ് ഉണ്ട്. ആ കിട്ടിയ സമയത്ത് ആ ടാബ് എടുത്തിട്ട് എന്തൊക്കെയോ കാണുമോ, എന്താണോ ഇൻസ്റ്റഗ്രാമിനകത്തോ. ആ സമയത്ത് ഒരു സൈഡിൽ നിന്ന് അമ്മ ചായ തണുപ്പിച്ചു കൊടുക്കുന്നു, മറ്റേ സൈഡിൽ നിന്ന് അമ്മൂമ്മ പരിപ്പുവടയിലെ കറിവേപ്പിലയും മുളകും സാധനങ്ങളൊക്കെ കിള്ളി മാറ്റി ആ പരിപ്പുവട ഇങ്ങനെ പൊടിച്ച് കൊച്ചിന് കൊടുക്കുന്നു, വളരെ എളുപ്പമായിട്ട്. അങ്ങനെ ഒരു പാമ്പറിങ്ങിന്റെ അങ്ങേയറ്റം ഞങ്ങൾ അവിടെ കണ്ടു. മറ്റു കുട്ടികളുടെ അടുത്ത് പാരന്റ്സും പോയില്ല, കുട്ടികൾ പാരന്റ്സിന്റെ അടുത്തും വന്നില്ല. അവര് തന്നെ എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഈവൻ ദോ അവർ പുതുമയുള്ള ഒരു സ്ഥലമായിട്ടും കൂടിയിട്ട് ഈ കൊച്ച് ചായ തണുപ്പിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്യും. എന്നിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് 2 നല്ല ഫീൽഡ്, അതായത് സൈക്കോതെറാപ്പിസ്റ്റുകളാണ്. അത് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പേരായിരുന്നു. ഒരു ലേഡിയും ഒരു മെയിലും ആയിരുന്നു. എന്നെക്കാളും യങ് ആട്ടോ, പക്ഷെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല ഇതായിട്ടുള്ളവര്. അവരെന്നിട്ട് അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ എല്ലാം ചേഞ്ചസ് വരുത്തേണ്ടത് ആദ്യം ഇവരിൽ ചേഞ്ച് വരുത്തണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ്, ഇവര് തന്നെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അവരിൽ പല ക്വാളിറ്റീസും കേപ്പബിലിറ്റീസും അങ്ങ് അറസ്റ്റ് ആയി പോവും. ഇവർക്ക് കോൺഫിഡൻസ് കുറയും, ഞാൻ ചെയ്താൽ ശരിയാകും. കാരണം വീട്ടിൽ നിന്ന് കേൾക്കുന്നതാ, നീ അത് ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്തു തരാം. അതാണ് അവർ ഇങ്ങനെ ചെറുപ്പം തുടങ്ങി കേട്ട് വരുന്നത്. സോ അവർക്ക് എപ്പോഴും സംശയം, ഡൗട്ട്ഫുൾ ആണ് അബൌട്ട് സെൽഫ്. അവനവനെ കുറിച്ച് ഒരു ഡൗട്ട്ഫുൾ ആണ്, ഞാൻ ചെയ്താൽ ശരിയാവൂ. ഇതിവിടെന്ന് വെച്ചാൽ കുട്ടികൾ ഭയങ്കര ഹാർമോണിയസ് ആയിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് ഗ്രൂപ്പ്സിലും വർക്ക് ചെയ്യുന്നു, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുന്നു, വേറൊരാളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, പിയർ ഗ്രൂപ്പ്, ഒരേ ഏജ് ഗ്രൂപ്പുകാർ തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നു. അവർക്കൊരു ആ ഒരു പ്രശ്നമില്ല. അവരെ ഫോളോ ചെയ്ത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേസമയം ഇതുപോലെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള അതൊക്കെ ആകുമ്പോൾ അത് അവരുടെ ഡെവലപ്മെന്റിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ സെൽഫ് ഡിസിപ്ലിൻ അവരിൽ തന്നെ ഫോം ചെയ്യുന്നതാണ്. നമുക്ക് നോക്കിയിരുന്ന് കാണാം, അതുപോലെ അവരിൽ അത് ഫോം ചെയ്യും. നെക്സ്റ്റ് മോണ്ടിസോറിയുടെ വർക്ക്സ് ആഫ്റ്റർവേർഡ്സ്. അതിൽ മോണ്ടിസോറി പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് നടക്കേണ്ടത്, അതൊരു ടീച്ചർ സൈഡിൽ നിന്ന് മാത്രം പ്രൊവൈഡഡ് ആകുന്ന കാര്യം മാത്രമല്ല, എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് വേണം കുട്ടികളിലേക്ക് അത് വരാനുള്ള രീതിയിലാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, വായിച്ചോളൂ. ഫസ്റ്റ് 2 പാരഗ്രാഫ് പറ്റുന്നുണ്ട്. ഞാൻ വായിക്കാം മിസ്. Montessori's works afterwards. Montessori opined that education is not something which the teachers does, but that
It is a natural process which evolves spontaneously in the human being. It is not acquired by listening to words, but by virtue of experience in which the child acts on his environment. The teacher's task is not to talk, but to prepare and arrange a series of motives for cultural activity in a special environment made for the child. Next paragraph വായിച്ചു. At Casa di Bamni, the prepared environment gave the children what their home lacked. Montessori had great respect for her pupils and was continuously learning from them. They were free to explore the new environment and to pick and choose those things which they wanted to work with thus fostering independence. She made many of her own materials and was continuously experimenting, modifying and adapting things as the need arose. യെസ്, മറിയ മോണ്ടിസോറി പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്വയം കൺസ്ട്രക്റ്റീവ് ആകാൻ സെൽഫ് കൺസ്ട്രക്ഷൻ ഉള്ള ഒരു ടൂള് മാത്രമാണ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. അത് ഹെൽപ്പ് ചെയ്യുന്നു ലീവ് ഹിസ് ലൈഫ്, അവന്റെ സ്വന്തം ലൈഫ് ജീവിക്കാൻ, അത് അവൻ സ്വയം ഉണ്ടായി സെൽഫ് മെയ്ഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ടൂൾ എയ്ഡാണ് എഡ്യൂക്കേഷൻ. ഒരു ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം മാത്രമല്ല, അതൊരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് നടക്കണം എല്ലാ ഹ്യൂമൻ ബീങ്ങിലും. അത് ഒരു ക്ലാസ് കേൾക്കുന്ന പോലെ കേട്ടിട്ട് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ബൈ വെർച്യൂ ഓഫ് എക്സ്പീരിയൻസസ് ഇൻ വിച്ച് കുട്ടികൾ എവിടെയാണ് ഏത് എൻവയോൺമെന്റിലാണോ അതുമായിട്ട് അവർ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം. നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ടീച്ചർ നിന്ന് കുറെ കാര്യങ്ങൾ പറയുന്നു, അത് കേൾക്കുന്നു, എഴുതുന്നു, അത് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടീച്ചർ എന്നുള്ള വേർഡ് തന്നെ മാറ്റി നമുക്ക് ഫെസിലിറ്റേറ്റർ ആകണം. ഒരു ഫെസിലിറ്റേറ്ററുടെ ജോലി എന്ന് പറയുന്നത് ഇതുപോലെ നിന്ന് സംസാരിച്ച് ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല, ബട്ട് ടു പ്രിപ്പയർ ആൻഡ് അറേഞ്ച് എ സീരീസ് ഓഫ് motives for cultural activity in a special environment made for the children. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അവിടെ അതാണ് ടീച്ചറുടെ ഫെസിലിറ്റേറ്ററുടെ ജോലി. ഇനി വരുന്ന 10 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം, 10 കുട്ടികളും 10 രീതിയിലായിരിക്കും, യുണീക്ക് ആയിരിക്കും. ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യുക, അതും കൂടെ കുട്ടികളുടെ രീതികൾക്കനുസരിച്ച് അവരുടെ നീഡ്സ് അനുസരിച്ച് മോഡിഫൈ ചെയ്യുക കൂടി ചെയ്യണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി ഇതുപോലെ തന്നെയായിരുന്നു. അവർ കുറെ ഓൺ മെറ്റീരിയൽസ് ഉണ്ടാക്കി, ബട്ട് അവർ കണ്ടിന്യൂലി അതൊരു എക്സ്പെരിമെന്റ് ചെയ്തു, അതിനെ മോഡിഫൈ ചെയ്തു. ഓരോരോ സിറ്റുവേഷൻസ് പല പല ഇൻസിഡൻസ് വന്നപ്പോൾ തന്നെ അവർ പല രീതിയിലും ആ എൻവയോൺമെന്റിൽ മോഡിഫിക്കേഷൻസ് നടത്തി, വരുന്ന ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്തു, അതിനെ സ്വീകരിച്ചുകൊണ്ട് പുതിയ പുതിയ രീതിയിലെല്ലാം അവർ ചെയ്തു. കുട്ടികൾ അവരുടെ സെൻസസ് യൂസ് ചെയ്ത് തന്നെ കാര്യങ്ങൾ പഠിക്കണം. ആ ഒരു രീതിയിൽ തന്നെ അവരുടെ ഐസ്, ഇയേഴ്സ്, ഹാൻഡ്സ്, മോണ്ടിസോറി പറയുന്നത് ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് അവരുടെ ഹാൻഡ്സ് ആണെന്ന് പറയുന്നത്. ലെഗ്സ് എല്ലാം യൂസ് ചെയ്യണം. അങ്ങനെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് അവർ പല കാര്യങ്ങളും ചെയ്യണം. അവരെ സ്റ്റോപ്പ് ചെയ്താൽ ദാറ്റ് വിൽ അഫക്ട് ദർ ഡെവലപ്മെന്റ്. നമ്മൾ പലപ്പോഴും അവരോട് മതി നിർത്ത ആ ഒരു രീതിയിൽ നമ്മൾ പറയാറുണ്ട്, സ്റ്റോപ്പ് ചെയ്യണം. ബട്ട് ഒരു ആക്ടിവിറ്റിയിൽ തന്നെ കുറേ സമയത്തോളം കുട്ടി എൻഗേജ്ഡ് ആണെങ്കിൽ നമ്മൾക്ക് ഇന്റർവ്യൂ ചെയ്യാം. അത് അതിൻ്റെതായ രീതിയിൽ അത് ആണ് പറയുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെ അതാണ് മോണ്ടിസോറിയുടെ ഒരു കൺസെപ്റ്റില് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ടൂൾ ടു മേക്ക് ദ ചൈൽഡ് ടു സെൽഫ് കൺസ്ട്രക്ട്, അവനെ തന്നെ ഉണ്ടാക്കാനുള്ളൊരു ടൂൾ, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എയ്ഡാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുട്ടി എല്ലാ സെൻസസും യൂസ് ചെയ്ത് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം എന്ന് ഉദ്ദേശിച്ചാണ് അവരങ്ങനെ പറയുന്നത്. ഇപ്പം കുഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ നടക്കാനായിട്ട്. അവരൊന്ന് വീഴും, വീണ്ടും എണീറ്റ് അവിടെ നടക്കും, ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ ആ ആക്ടിവിറ്റി ചെയ്തു. പക്ഷെ ചില പാരന്റ്സ് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ ഹൂവർ ഇറ്റ് ഈസ് കുട്ടിയെ നോക്കുന്നു, അവര് കുട്ടിയെ നടക്കാൻ സമ്മതിക്കില്ല, അതിനെടുക്കും. ഡോണ്ട് ക്യാരി ഇത്, അവരത് എൻജോയ് ചെയ്യുവാണ്. നമ്മള് ഡോണ്ട് ക്യാരി ദ ചിൽഡ്രൻ ഹു ആർ അബോവ് 7 or 8 അതാണ് പറയുന്നത്. ബട്ട് മെനി പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ക്യാരി ഗ്രോൺ അപ്പ് ചിൽഡ്രൻ മെന്റലി, മോറലി ആൻഡ് ഫിഗറേറ്റീവ്ലി. എന്നുവെച്ചാൽ ഫിസിക്കലിയും എടുക്കുന്നുണ്ട്,
മോറലിയും എടുക്കുന്നുണ്ട്, മെന്റലി എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കുട്ടി എന്താണോ പറയാൻ വരുന്നത് അത് തന്നെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇവരായിട്ട് തന്നെ ഡിസിഷൻസ് എടുത്തുന്ന അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ. സോ അതെല്ലാം തോട്ട്ലെസ് ആൻഡ് അൺകൈൻഡ് ആണെന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത്. അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. ഇറ്റ്സ് എ ഹിൻഡ്രൻസ്. അതൊരു തടസ്സാണ്, അവരുടെ ഡെവലപ്മെന്റിനുള്ള ഒരു തടസ്സാണ്. ഹോൾ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു, ഞാൻ ഇതിലെയല്ല പറയുന്നത്, എന്റെ നോട്ട്ബുക്കും കൂടെ എന്റെ ടെക്സ്റ്റും കൂടെ വായിക്കുന്നുണ്ട്. ടു ഗീവ് ചിൽഡ്രൻ നെസസറി, ഭയങ്കര സിമ്പിൾ ആണ് ഇതിലെ കാര്യങ്ങൾ. നെസസറി ഹെൽപ്പ് ടു ഡെവലപ്പ് ദംസെൽസ്, അവരെ തന്നെ താനെ ഡെവലപ്പ് ആകും. നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് സെൽഫ് കൺസ്ട്രക്ഷൻ, അതിൽ ഇത് കുറച്ചുകൂടെ വരുന്നുണ്ട്. പല രീതിയിലുള്ള ഒബ്ജക്ട്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, ടോയ്സ് പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഒരു ഇപ്പം ടോയ്സ് അങ്ങനെയല്ലേ, ഏജിനനുസരിച്ചാണ് ടോയ്സ് പറയുന്നത്. ഞാൻ ചെയ്യാന്ന് പറഞ്ഞ പിള്ളേര് വാശി പിടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴേക്കും ഓക്കെ, ഡ്രസ് ഇടുമ്പോ, ഷൂ ഇടുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ അവര് പറയുന്നുണ്ട് ഞാൻ ചെയ്യാം. പക്ഷെ അമ്മമാര് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ചിലപ്പം നമ്മളുടെ ഒരു ചിന്തയായിരിക്കും, അവര് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറെ ഒന്നും അകത്ത് ചെല്ലില്ല, കുറെയൊക്കെ താഴെ പോവും, പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കും, കിളിക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ അവര് കഴിക്കണ്ടാവും. ലെറ്റ് ദം ഡു ഇറ്റ്. അവര് വിശക്കുന്ന എന്തായാലും വീണ്ടും വരുമല്ലോ. സോ പിന്നെ ഒരു ചെറിയ മിററും ഒരു ചീപ്പും കൊടുത്തിട്ട് അവരെ ആദ്യം നമ്മൾക്ക് ഗൈഡ് ചെയ്യാം. പിന്നെ അവരെ ചീകാനും അവരുടെ ഹെയർ ചീക്കി വെക്കാനൊക്കെ ആയിട്ട് അവര് പഠിക്കും. പിന്നെ വെള്ളം കൊടുക്കുക, ടു വാഷ് ദംസെൽസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു രീതിയിലാണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് കൂടെ പറയാൻ കാരണം വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ചില കാര്യങ്ങൾ എന്റെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. കണ്ടന്റ് എന്റെ ടെക്സ്റ്റിൽ കുറവാണെങ്കിലും മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുണ്ട്. നമ്മളുടെ ക്ലാസ്സിൽ ഒരു മോണ്ടിസോറി മെത്തേഡിൽ തന്നെ പോകണം. ഇന്ററാക്റ്റീവ് സെഷനാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു ഡിസ്കഷൻ, ഇതില് ട്രെയിനർ ആരാ ട്രെയിനി ആരാന്ന് മനസ്സിലാകാത്ത രീതിയിൽ പുറത്തുനിന്ന് നോക്കിയ ഒരാൾക്ക് മനസ്സിലാകരുത് ട്രെയിനർ ആരാ ട്രെയിനി ആരാണ്. ആ ഒരു രീതിയിൽ പോകണം ക്ലാസ്. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you, Miss. Sign out in the sir. Yes, I invite Rumaisa to perform sign out. താങ്ക് യു. സൈൻ ഔട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചെറിയൊരു കവിതയാണ് കേട്ടോ. എന്താ പറയാ, ഒരു എഡിറ്റിംഗ് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്തു വെച്ചതാണ്. ഓക്കെ, താങ്ക് യു. ഗിവിംഗ് താങ്ക്സ് ടു ഓൾ. Giving thanks, always giving thanks for all things and at all times. Giving thanks, always giving thanks for all things and at all times. Thank you, my teacher, and thank you, dear friends. Thank you, my teacher, and thank you, dear friends. Thank you, thank you, thank you for all. Thank you, my teacher, and thank you, dear friends. Thank you, my teacher, and thank you, dear friends. For the stars in the sky, birds that flutter and fly. Thank you, thank you, thank you for all. Thank you, thank you, thank you for all. Giving thanks, always giving thanks, giving thanks, always giving thanks for all things and at all times. Thank you for all. Okay, very good. That was very nice. Thank you, Rumaisa. Thank you to everyone who participated today. May everyone continue to move forward in the coming days. Have a great day, everyone. Thank you, Miss. Thank you, Miss. Thank you, Miss. മിസ് എക്സാം ഇട്ടില്ലല്ലോ. ഞാൻ അയക്കാം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏതായിരുന്നു? അതല്ലേ ഉള്ളൂ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഇത്ര തന്നെ കൊടുക്കാം.
Okay, miss. Thank you. മിസ് ഇന്റേൺഷിപ്പിന്റെ ലെക്ചർ തന്നിട്ടുണ്ട് എനിക്ക്. ഞാൻ നാളെ സ്കൂളിൽ പോയി സംസാരിച്ചാലെന്ന് വിചാരിച്ചിരിക്കുന്നു. ആ ശരി ശരി. എവിടെയാ, ഏത് സ്കൂളാ, സ്ഥലം എവിടെ? മോളുടെ സ്കൂൾ തന്നെയാ, പീസ് പബ്ലിക് സ്കൂൾ മതിലകം. ബെസ്റ്റ്. താങ്ക് യു.